ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കരച്ചിൽ കേട്ടിട്ടാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എഴുന്നേൽക്കുന്നത്. ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരഞ്ഞ് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുജൂദിൽ കടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തേ നബിയെ ഉറപ്പില്ലേ നബിയെ, ഉറപ്പില്ലേ നബിയെ? ആയിഷ, ഒരു മനുഷ്യന്റെ ഹൃദയമെന്ന് പറയുന്നത് അതാ നൂലിൽ കെട്ടിയിരിക്കുന്ന പട്ടം പോലെയാ, കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാണ്. കാറ്റടിക്കുമ്പോ അത് എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ, കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ. ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയമെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയെത്രയോ മഹാന്മാരുടെ ചരിത്രം പഠിച്ചവരാ. ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം കാഫിറായി മരിച്ചുപോയി എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാം. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായിരുന്നു. പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തിരുന്നു. പഠിച്ചവരെ, പ്രവാചകം ദുആ ചെയ്യുമ്പോ ആമീൻ പറഞ്ഞ അൽക്കമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പഠിച്ചവരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ പോലും ഈമാനില്ലാതെ മരിച്ചുപോയില്ലേ? അതാ പഠിച്ചവനെ, എത്രയെത്രയോ മഹത്തുക്കള്. ആഫ്രീങ്ങളുടെ കഥയറിയുമല്ലോ, അതാ വലിയകളുടെ ചരിത്രം അറിയുമല്ലോ. അതാ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബല്ലാഹുവിനെ ബാഗൂറ എന്ന് പറയുന്ന മനുഷ്യന്റെ ചരിത്രം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവസാനം അവിടുന്ന് പട്ടിയെ പോലെ ചത്തുപോയെന്ന് ചരിത്രം പറയുമ്പോ, പെങ്ങളെ, ഒറ്റ നിമിഷം കൊണ്ട് തലകീഴാ